ലിഫ്റ്റിംഗ് ആൻഡ് മൂവിംഗ് പേഷ്യൻ്റ് എന്ന മൊഡ്യൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ മൊഡ്യൂളിൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇനി പറയുന്നവ മനസ്സിലാക്കാം. ബോഡി മെക്കാനിക്സ് നിർവചിക്കുക. ഒരു രോഗിയെ കയറ്റുന്നതിനും ചലിപ്പിക്കുന്നതിനുമുള്ള 3 എമർജൻസി മൂവുകളും 2 നോൺ എമർജൻസി മൂവുകളും വിശദീകരിക്കുക. ഒരു രോഗിയുമായി അടിയന്തര നീക്കം നടത്തേണ്ട സാഹചര്യങ്ങളുടെ 5 ഉദാഹരണങ്ങൾ വിശദീകരിക്കുക. രോഗിയെ ചലിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ നിർവചിക്കുക. രോഗികളെ കൊണ്ടുപോകുന്നതിനുള്ള ഉപകരണങ്ങളും മറ്റും പട്ടികപ്പെടുത്തുക. കൂടാതെ സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് മനസ്സിലാക്കുക. ഒരു രോഗിയെ കയറ്റുകയോ നീക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് രോഗിക്ക് കൂടുതൽ പരിക്കേൽക്കാതിരിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ആസൂത്രണത്തിൽ രോഗിയുടെ ഭാരം കണക്കാക്കുന്നത് ഉൾപ്പെടുന്നു. നിങ്ങളുടെ പരിമിതികൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കലും നിങ്ങളുടെ കഴിവിനപ്പുറമുള്ള ഭാരമുള്ള ഒരു രോഗിയെ ഉയർത്താനോ നീക്കാനോ ശ്രമിക്കരുത്. ആവശ്യമെങ്കിൽ അധിക സഹായം സ്വീകരിക്കണം. ഈ മൊഡ്യൂളിൽ രോഗികളെ ഉയർത്തുകയും നീക്കുകയും ചെയ്യുന്ന പ്രക്രിയയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. പരിക്കുകൾ കുറയ്ക്കുന്നതിന് രോഗികളുടെ ഉയർത്തലും ചലിപ്പിക്കലും സുഗമമാക്കുന്നതിന് നമ്മുടെ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെയാണ് ബോഡി മെക്കാനിക്സ് എന്ന് സൂചിപ്പിക്കുന്നത്. രോഗികളെ ഉയർത്തുമ്പോഴോ കയറ്റുമ്പോഴോ ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ കുനിയുമ്പോഴോ നാം പാലിക്കേണ്ട പോസ്റ്ററിനെയാണ് ബോഡി മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഒരാളുടെ ശരീരം ശരിയായി നിലനിൽക്കുന്നതും ചലിപ്പിക്കുന്നതും പരിക്കുകൾ തടയുന്നതിനുള്ള ഒരാളുടെ ശക്തി പരമാവധി പ്രയോജനപ്പെടുത്തുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു രോഗിയെയോ വിക്ടിമിനെയോ സംഭവ സ്ഥലത്ത് നിന്ന് പ്രവർത്തന സ്ഥലത്തു നിന്നോ ഉയർത്തുകയും നീക്കുകയും ചെയ്യുന്ന പ്രക്രിയയിൽ ഒരു രക്ഷാപ്രവർത്തകൻ ബോഡി മെക്കാനിക്സിന്റെ ശരിയായതും കാര്യക്ഷമമായ ഉപയോഗം നിർണായകമാണ്. രോഗിയുടെ ക്ഷേമം ഉറപ്പാക്കാനും ഉടനടി ചികിത്സ സുഗമമാക്കാനും മെച്ചപ്പെട്ട ചികിത്സ നൽകാനും ഈ സമീപനം അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും സന്തുലിതമാക്കാമെന്നും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ സുരക്ഷിതമായി നീക്കാൻ കഴിയും. നിങ്ങൾ ഭാരമുള്ള ആരെങ്കിലും ഉയർത്തുമ്പോൾ ശരിയായ ബോഡി മെക്കാനിക്സ് നിങ്ങളുടെ നട്ടലിന് പരിക്കേൽക്കുന്നത് തടയാൻ സഹായിക്കുന്നു. ഇനി രോഗികൾ ഉയർത്തുന്നതിനും നീക്കുന്നതിനുമുള്ള ചില പൊതു നിയമങ്ങൾ നോക്കാം. ഇനി പറയുന്ന നിയമങ്ങൾ നിങ്ങളുടെ പരിക്കിന്റെ സാധ്യത വളരെയധികം കുറക്കുന്നു. നിങ്ങളുടെ പാദങ്ങൾ ശരിയായി സ്ഥാപിക്കുക. അവ ദൃഢമായതും നിരപ്പായതുമായ പ്രതലത്തിലായിരിക്കണം. കൂടാതെ സൗകര്യപ്രദമായ വീതിയിൽ സ്ഥാപിക്കുകയും വേണം. ഉപരിതലം സ്ലിപ്പറിയോ അസ്ഥിരമോ ആണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക. കൂടുതലും നിങ്ങളുടെ കാലുകൾക്ക് ശക്തി കൊണ്ട് ഉയർത്തുക. നിങ്ങളുടെ പുറം കഴിയുന്നത്ര നിവർന്നു നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കാൽമുട്ടുകളിൽ വളയുക. അരക്കെട്ട് വളച്ച് പങ്കാളിയെ നോക്കാൻ ശ്രമിക്കരുത്. പവർ ലിഫ്റ്റ് എന്നാണ് ഈ സാങ്കേതികവിദ്യ അറിയപ്പെടുന്നത്. ഒരു കൈ കൊണ്ട് ഉയർത്തുമ്പോൾ ഇരുവശത്തേക്കും ചായുന്നത് ഒഴിവാക്കുക. പിടിക്കാൻ നിങ്ങളുടെ കാൽമുട്ടുകൾ വളച്ച് നിങ്ങളുടെ പുറം നേരെ വെക്കുക. ലിഫ്റ്റിംഗ് സമയത്ത് വളയുന്നത് ഒഴിവാക്കുക. ഭാരം ശരീരത്തോട് കഴിയുന്നത്ര അടുത്തേക്ക് വെക്കുക. ഇത് പരിക്കിന്റെ ഏത് സാധ്യതയും കുറയ്ക്കുന്നു. ഒരു രോഗിയെ കോണിപ്പടിയിൽ കയറ്റുമ്പോൾ വീൽഡ് സ്ട്രക്ചറിന് പകരം സ്റ്റെയർ സ്ട്രക്ചർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. സാധ്യമാകുമ്പോഴെല്ലാം നിങ്ങൾ കോണിപ്പടിയിലൂടെ പുറകോട്ട് നടക്കുമ്പോൾ ഒരു രക്ഷാപ്രവർത്തകൻ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അസമമായ ഒരു പ്രതലത്തിൽ നിന്ന് ഉയർത്താൻ ശ്രമിക്കരുത്. മുന്നോട്ട് കുനിഞ്ഞതോ അസന്തുലിതാവസ്ഥയിൽ നിന്ന് ഒരിക്കലും ഉയർത്തരുത്. ഉയർത്തുന്നതിനും വലിക്കുന്നതിനും തള്ളുന്നതിനും ചുമക്കുന്നതിനും നീങ്ങുന്നതിനും എത്തുന്നതിനും ഈ തത്വങ്ങൾ പ്രയോഗിക്കുക. പരിക്ക് തടയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നട്ടലിന്റെ ശരിയായ പൊസിഷനിങ് ആണ്. നിങ്ങളുടെ പുറകുവശം സാധാരണ പോലെ നിലനിർത്തുക. കൈത്തണ്ടയും കാൽമുട്ടുകളും സാധാരണ വിന്യാസത്തിൽ വെക്കുക. ടീം വർക്ക് അത്യാവശ്യമാണ്. ഒരു ടാസ്ക് സമയത്ത് വ്യക്തമായും ഇടയ്ക്കിടെയും ടീം അംഗങ്ങളുമായി ആശയവിനിമയം നടത്തുക. ടീം അംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കമാൻഡുകൾ ഉപയോഗിക്കുക. തുടക്കം മുതൽ അവസാനം വരെയുള്ള നീക്കങ്ങളെ വാക്കാൽ ഏകോപിപ്പിക്കുക. കൃത്യമായുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് നിങ്ങൾക്ക് ടീം വർക്ക് എളുപ്പമാക്കാൻ സഹായിക്കും. അതിൽ ഫ്ലെക്സിബിലിറ്റി, കാർഡിയോവാസ്കുലർ എക്സസൈസ്, സ്ട്രെങ്തനിങ് എക്സസൈസ്, ന്യൂട്രീഷൻ എന്നിവ ഉൾപ്പെടുത്തണം. രോഗിയെ മൂവ് ചെയ്യിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകളെ എമർജൻസി മൂവ് എന്നും നോൺ എമർജൻസി മൂവ് എന്നും 2 രീതിയിൽ തരംതിരിക്കാം. രംഗം വളരെയധികം അപകടകരമാകുമ്പോൾ രോഗിക്ക് അടിയന്തര പരിചരണം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ജീവൻ രക്ഷാ പരിചരണം ആവശ്യമുള്ള ഘട്ടത്തിൽ മറ്റു രോഗിയെ സമീപിക്കേണ്ടതുണ്ടെങ്കിൽ ഈ അടിയന്തര നീക്കം നടത്തുന്നു.
സാഹചര്യം അടിയന്തരമല്ലെങ്കിൽ രോഗി സ്ഥിരതയുള്ളതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നീക്കത്തിന് മതിയായ സമയവും ഉദ്യോഗസ്ഥരും ഉണ്ടെങ്കിൽ നോൺ എമർജൻസി മൂവ് ആണ് അഭികാമ്യം. എമർജൻസി മൂവുകൾ വളരെ വേഗത്തിൽ നടക്കുന്നു. സ്പൈനൽ കോഡ് സ്ഥിരതയില്ലാതാകുന്നു. രംഗം സുരക്ഷിതമല്ലാതാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾ നടത്തുന്നത്. രോഗിക്കും രക്ഷാപ്രവർത്തകനും അപകട സാധ്യത ഏറെയാണ്. എമർജൻസി മൂവ് സാധ്യമാകാവുന്ന അല്ലെങ്കിൽ ആവശ്യമായി വന്നേക്കാവുന്ന സാഹചര്യങ്ങൾ ഇവയാണ്. തീ അല്ലെങ്കിൽ തീയുടെ ഭീഷണി. ഇത് എല്ലായ്പ്പോഴും രോഗികൾക്കും രക്ഷാപ്രവർത്തകർക്കും വലിയ ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു. സ്ഫോടനം അല്ലെങ്കിൽ സ്ഫോടന ഭീഷണി. ഇത് വളരെ അപകടമാണ്. സംഭവ സ്ഥലത്ത് നിന്ന് അപകടങ്ങളിൽ നിന്ന് രോഗിയെ രക്ഷിക്കാനുള്ള കഴിവില്ലായ്മ. അസ്ഥിരമായ കെട്ടിടം, കാർ അപകടങ്ങൾ, ശത്രുതാപരമായ ജനക്കൂട്ടമുള്ള സ്ഥലങ്ങൾ, അപകടകരമായ വസ്തുക്കൾ, പദാർത്ഥങ്ങൾ, അതികഠിനമായ കാലാവസ്ഥ, കൂടുതൽ പരിചരണം ആവശ്യമുള്ള രോഗികൾ, ലൊക്കേഷനോ പൊസിഷനോ കാരണം കൂടുതൽ പരിചരണം കിട്ടാത്ത രോഗികൾ. ഒരു എമർജൻസി മൂവ് നടത്തുമ്പോൾ ഏറ്റവും വലിയ അപകടം നട്ടലിന് പരിക്കേൽക്കാനുള്ള സാധ്യതയാണ്. നട്ടലിന് കഴിയുന്നത്ര സംരക്ഷണം നൽകുക. ശരീരത്തിന്റെ അടുത്തേക്ക് കൂടുതൽ രോഗിയെ വലിക്കുക. കഴുത്തിൽ നിന്നും തോളിൽ നിന്നും രോഗിയുടെ തല ചലിപ്പിക്കാതിരിക്കാൻ കൈകളും മറ്റും ചേർത്ത് സുരക്ഷിതമാക്കാൻ ശ്രമിക്കുക. അടിയന്തര നീക്കം ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക. ചില തരത്തിലുള്ള എമർജൻസി മൂവ് ഇവയൊക്കെയാണ്: ഷർട്ട് ഡ്രാഗ്, ഷോൾഡർ അല്ലെങ്കിൽ ഫോർ ആം ഡ്രാഗ്, ബ്ലാങ്കറ്റ് ഡ്രാഗ്. അതർ ടൈപ്പ് ഓഫ് എമർജൻസി മൂവ് ഇവയൊക്കെയാണ്: പിക്കി ബാക്ക് ക്യാരി, ക്രാഡിൽ ക്യാരി, ഫയർ ഫൈറ്റേഴ്സ് ക്യാരി, 1 റെസ്ക്യൂർ അസിസ്റ്റൻസ്, 2 റെസ്ക്യൂർ അസിസ്റ്റൻസ്. ഓരോന്നിനെ കുറിച്ചും കൂടുതൽ അറിയാൻ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. വ്യക്തിയുടെ വസ്ത്രം കഴുത്തിന് പിന്നിൽ ചുറ്റിപ്പിടിക്കുക. ദൃഢമായി പിടിക്കാൻ വേണ്ടത്ര വസ്ത്രം ശേഖരിക്കുക. വസ്ത്രം ഉപയോഗിച്ച് വ്യക്തിയെ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് അടുപ്പിക്കുക. ഈ നീക്കത്തിനിടയിൽ വ്യക്തിയുടെ തല വസ്ത്രവും രക്ഷാപ്രവർത്തകന്റെ കൈയും ഉപയോഗിച്ച് സ്റ്റേബിൾ ചെയ്യണം. ഈ നീക്കം റെസ്ക്യൂറെ ക്ഷീണിപ്പിക്കുന്നതാണ്. ശരിയായ രീതിയിൽ ചെയ്താൽ പോലും രക്ഷാപ്രവർത്തകന് നടുവേദന ഉണ്ടായേക്കാം. ഷോൾഡർ ഡ്രാഗ്. നിങ്ങളുടെ കൈകൾ രോഗിയുടെ കക്ഷങ്ങൾക്ക് താഴെ വെക്കുക. രോഗിയുടെ കൈത്തണ്ടയിൽ പിടിച്ച് വലിക്കുക. ഭാരമുള്ള രോഗികളെ ചലിപ്പിക്കാൻ ഇത്തരത്തിലുള്ള മൂവ്മെന്റ് ഉപയോഗിക്കുന്നു. തലയ്ക്കും കഴുത്തിനും സംരക്ഷണം നൽകേണ്ടതുണ്ട്. ബ്ലാങ്കറ്റ് ഡ്രാഗ്. ബ്ലാങ്കറ്റ് മെറ്റീരിയലിന്റെ പകുതി രോഗിയുടെ ഒരു വശത്ത് ശേഖരിക്കുക. രോഗിയെ നിങ്ങളുടെ കാൽമുട്ടിലേക്ക് തിരിക്കുക. അങ്ങനെ നിങ്ങൾ പുതപ്പ് അവന്റെ കീഴിൽ വെക്കാം. രോഗിയെ പതുക്കെ പുതപ്പിലേക്ക് മടക്കി വെക്കുക. വലിക്കുന്ന സമയത്ത് രോഗിയുടെ തല കഴിയുന്നത്ര താഴ്ത്തി വലിക്കാൻ ശ്രമിക്കുക. പിക്ക് ബാക്ക് ക്യാരി. രോഗിയെ നിൽക്കാൻ സഹായിക്കുക. രോഗിയെ അല്ലെങ്കിൽ അവരുടെ കൈകൾ നമ്മളുടെ ഷോൾഡറിന് മുകളിൽ വെക്കുക. കുനിഞ്ഞ് അവരെ ഉയർത്തുക. അവരുടെ തുടകൾക്കിടയിൽ കൈകൾ ഇട്ട് മുറുക്കി പിടിക്കാൻ ശ്രമിക്കുക. രോഗിയെ നിങ്ങളുടെ പിറകിലേക്ക് നീക്കാൻ ഒരു ലിഫ്റ്റിംഗ് മോഷൻ ഉപയോഗിക്കുക. നിങ്ങളുടെ കൈത്തണ്ടകൾ രോഗിയുടെ കാൽമുട്ടിന് താഴെയായി കടത്തി കൈത്തണ്ടയിൽ പിടിക്കുക. ക്രാഡിൽ ക്യാരി. ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ഒരു കൈ പേഷ്യന്റിന്റെ മുതുകിന് താഴെയായി വെക്കുക. മറുകൈ കൊണ്ട് പേഷ്യന്റിന്റെ മുട്ടിന് താഴെ സഹായിച്ച് ലിഫ്റ്റ് ചെയ്യുക. പേഷ്യന്റ് കോൺഷ്യസ് ആണെങ്കിൽ അവരുടെ കൈകൾ നിങ്ങളുടെ ചുമലിലേക്ക് വെക്കാൻ ആവശ്യപ്പെടുക. അത് പേഷ്യന്റിനെ കൂടുതൽ സ്റ്റേബിൾ ആക്കാൻ സഹായിക്കും. ഫയർ ഫൈറ്റേഴ്സ് ക്യാരി. രോഗിയെ സുരക്ഷിതമായി കിടത്തി അവന്റെ കൈകൾ ടാപ്പ് കൊണ്ടോ റോളർ ഗേസ് കൊണ്ടോ ബന്ധിക്കുക. തുടർന്ന് രോഗിയെ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ചുമലിൽ എടുക്കാൻ ശ്രമിക്കുക. രോഗിയുടെ ഭാരം നിങ്ങളുടെ ചുമലിലേക്ക് കേന്ദ്രീകരിച്ച് രോഗിയെ എടുക്കാൻ ശ്രമിക്കുക. രോഗിയുടെ തല പരമാവധി താഴ്ത്തി വെക്കാൻ ശ്രമിക്കുക. 1 റെസ്ക്യൂർ അസിസ്റ്റൻസ്. വിക്ടിമിന്റെ ഒരു കൈ നിങ്ങളുടെ നെക്കിന് ചുറ്റും വെക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൈ കൊണ്ട് പേഷ്യന്റിന്റെ അരക്കെട്ട് ചുറ്റിപ്പിടിച്ച് അവരെ നടക്കാൻ സഹായിക്കുക. കൂടുതൽ അപകടകരമായ സ്ഥലങ്ങളിൽ മറ്റ് മാർഗങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മുന്നിലുള്ള തടസ്സങ്ങളെക്കുറിച്ചും അസമതലമായ പ്രതലങ്ങളെക്കുറിച്ചും രോഗികളോട് സംസാരിക്കുക.
ടു റെസ്ക്യൂർ അസിസ്റ്റൻസ്. 2 രക്ഷാപ്രവർത്തകരുടെയും ചുമലിൽ രോഗിയുടെ കൈകൾ വെച്ചിരിക്കുന്നു. ഓരോ രക്ഷാപ്രവർത്തകനും രോഗിയുടെ കൈകളിൽ ഒന്ന് മുറുകെ പിടിക്കുന്നു. രോഗിയുടെ അരയിൽ സ്വതന്ത്രമായ മറ്റേ കൈകൾ വെക്കുന്നു. കൂടാതെ അവനെ അല്ലെങ്കിൽ അവളെ സുരക്ഷിതമായി നടക്കാൻ സഹായിക്കുന്നു. നോൺ എമർജൻസി മൂവ്. മറ്റ് പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെയോ സന്ദർശകരുടെയോ സഹായത്തോടുകൂടിയാണ് നോൺ എമർജൻസി നീക്കങ്ങൾ നടത്തേണ്ടത്. രോഗിക്ക് അധിക പരിക്കുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ രോഗിയുടെ അസ്വസ്ഥതയും വേദനയും ഒഴിവാക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധ്യമാകുമ്പോഴെല്ലാം കുറഞ്ഞത് 3 രക്ഷാപ്രവർത്തകരെങ്കിലും ഉപയോഗിക്കുക. സാധ്യമെങ്കിൽ അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും നട്ടെല്ലിന് പരിക്കേറ്റതായി കണക്കാക്കണം. തുടർന്ന് ഒരു ബാക്ക് ബോർഡിൽ പൂർണ്ണമായി നിശ്ചലാവസ്ഥയിൽ രോഗിയെ മൂവ് ചെയ്യിക്കണം. ഉദാഹരണത്തിന് ഒരു കാർ അപകടത്തിൽപ്പെട്ട ഒരാൾ കാണാൻ പരിക്കുകൾ ഇല്ലെങ്കിൽ കൂടിയും എപ്പോഴും സ്റ്റെബിലൈസ് ചെയ്തിരിക്കണം. ജീവന് ഉടനടി ഭീഷണി ഇല്ലാത്തിടത്ത് രോഗിയെ മൂവ് ചെയ്യിക്കാൻ തുടങ്ങുമ്പോൾ നോൺ എമർജൻസി മൂവ് ഉപയോഗിച്ച് രോഗിയെ മാറ്റാൻ ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട നോൺ എമർജൻസി മൂവുകൾ ഇവയൊക്കെയാണ്: ഡയറക്റ്റ് ഗ്രൗണ്ട് ഓർ ബെഡ് ലിഫ്റ്റ്, എക്സ്ട്രിമിറ്റി ലിഫ്റ്റ്. ഓരോന്നിനെ കുറിച്ചും കൂടുതൽ അറിയാൻ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റ് ഗ്രൗണ്ട് ലിഫ്റ്റ് എന്നത് ഒരു രോഗിയെ ഗ്രൗണ്ടിൽ നിന്നോ തറയിൽ നിന്നോ ബെഡിലേക്കോ സ്ട്രക്ചറിലേക്കോ മാറ്റാൻ ഉപയോഗിക്കുന്ന രീതിയാണ്. 3 റെസ്ക്യൂർ ആണ് ഇതിന് വേണ്ടത്. കഴുത്ത് അല്ലെങ്കിൽ നട്ടലിന് പരിക്കുള്ള രോഗികളിൽ ഇത് ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുന്നില്ല. ഇത് 2 പേർക്ക് നടത്താമെങ്കിലും 3 പേരെയാണ് ശുപാർശ ചെയ്യുന്നത്. നേരിട്ട് ഗ്രൗണ്ട് ലിഫ്റ്റ് നടത്താൻ രോഗിയുടെ മുഖം മുകളിലേക്ക് ഉള്ള രീതിയിൽ സുപ്പൈൻ പൊസിഷനിൽ കിടത്തണം. രോഗിയുടെ കൈകൾ നെഞ്ചിൽ വെക്കണം. നിങ്ങളും നിങ്ങളുടെ സഹായികളും രോഗിയുടെ ഒരു വശത്ത് അണിനിരക്കണം. റെസ്ക്യൂവർ രോഗിയുടെ തലയിലും മറ്റൊരാൾ രോഗിയുടെ മധ്യഭാഗത്തും മൂന്നാമത്തെയാൾ പാദങ്ങളിലുമായിരിക്കണം പിടിക്കേണ്ടത്. ഓരോ രക്ഷകനും രോഗിയുടെ അടുത്തുള്ള കാൽമുട്ടിലേക്ക് ബാലൻസ് ചെയ്യണം. രോഗിയുടെ തലയുടെ അടുത്ത് നിൽക്കുന്ന രക്ഷാപ്രവർത്തകൻ അയാളുടെ ഒരു കൈ രോഗിയുടെ കഴുത്തിന് താഴെ പിടിക്കണം. മറ്റേ കൈ രോഗിയുടെ പിറകുവശത്ത് കഴുത്തിന് താഴെയായി പിടിക്കണം. മധ്യത്തിലുള്ള റെസ്ക്യൂവർ ഇരു കൈകളും രോഗിയുടെ ഹിപ്പിന് ഇരുവശത്തുമായി മുകളിലും താഴെയുമായി പിടിക്കണം. താഴെയുള്ള റെസ്ക്യൂവർ അയാളുടെ ഒരു കൈ മുട്ടിന് കീഴെയും മറ്റേ കൈ കാൽപാദത്തിന് കീഴെയും വെക്കണം. തലയുടെ ഭാഗത്തുള്ള രക്ഷാപ്രവർത്തകന്റെ ഒരു സിഗ്നലിൽ എല്ലാവരും ചേർന്ന് രോഗിയെ മുട്ടറ്റം വരെ ഉയർത്തണം. തുടർന്നുള്ള സിഗ്നലിൽ രോഗിയെ തങ്ങളുടെ ചെസ്റ്റിനോട് ചേർക്കണം. അവസാനത്തെ സിഗ്നലിൽ എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കണം. ഇനി നിങ്ങൾക്ക് രോഗിയെ ചലിപ്പിക്കാൻ സാധിക്കും. ഇനി രോഗിയെ തിരികെ കിടത്തുന്ന അവസ്ഥയിൽ കിടത്തേണ്ട സമയമാകുമ്പോൾ ഈ പ്രക്രിയയുടെ വിപരീതമായ രീതി ഉപയോഗിക്കാം. എക്സ്ട്രിമിറ്റി ലിഫ്റ്റ്. ഒരു എക്സ്ട്രിമിറ്റി ലിഫ്റ്റിന് 2 പേർ ആവശ്യമാണ്. ഒരു രോഗിയെ നിലത്ത് നിന്ന് ഒരു കസേരയിലേക്കോ സ്ട്രക്ചറിലേക്കോ മാറ്റാൻ ഈ ലിഫ്റ്റ് അനുയോജ്യമാണ്. രോഗിയെ കസേരയിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് മാറ്റാനും ഇത് ഉപയോഗിക്കാം. എന്നിരുന്നാലും തല, കഴുത്ത്, നട്ടെല്ല്, തോളല്, ഇടുപ്പ്, കാൽമുട്ട് എന്നിവയ്ക്ക് പരിക്കേൽക്കുകയോ നിശ്ചലമാകാത്ത കൈകാലുകൾ ഏതെങ്കിലും ഒടിവുണ്ടാകുകയോ ചെയ്താൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. രോഗി മുഖം മുകളിലേക്കുള്ള രീതിയിൽ കിടത്തണം. ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ രോഗിയുടെ തലയുടെ വശത്ത് മുട്ടുകുത്തി ഇരിക്കണം. നിങ്ങളുടെ സഹായിയോട് അല്ലെങ്കിൽ മറ്റു റെസ്ക്യൂവറോട് സിറ്റിംഗ് പൊസിഷനിൽ രോഗിയുടെ കാലിന് നടുവിൽ ഇരിക്കാൻ പറയുകയും രോഗിയെ ഉയർത്താൻ പറയുകയും വേണം. എന്നാൽ നിങ്ങളുടെ ഹെൽപ്പറോട് രോഗിക്ക് സസ്പെക്റ്റഡ് ഫ്രാക്ചർ ഉണ്ടെങ്കിൽ രോഗിയെ ഉയർത്താൻ ആവശ്യപ്പെടരുത്. നിങ്ങൾ രോഗിയുടെ കക്ഷത്തിനിടയിലൂടെ രോഗിയുടെ റിസ്റ്റ് ചുറ്റിപ്പിടിക്കണം. രോഗി സെമി സിറ്റിംഗ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽപ്പറോട് ക്രൗച്ച് പൊസിഷനിൽ രോഗിയെ പിടിക്കാൻ പറയണം. അടുത്തതായി ഒരു രോഗിയെ എങ്ങനെ പൊസിഷൻ ചെയ്യാം എന്നതിനെ കുറിച്ച് പഠിക്കാം. നിങ്ങൾ ഒരു രോഗിയെ എങ്ങനെ പൊസിഷൻ ചെയ്യുന്നു എന്നത് രോഗിയുടെ അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു.
ഉദാഹരണത്തിന് ഷോക്കിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു രോഗിയെ ഷോക്ക് പൊസിഷനിൽ വെക്കാം. അതായത് 20 മുതൽ 30 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു ബാക്ക് ബോർഡിന്റെ അറ്റത്ത് കാലുകൾ അല്ലെങ്കിൽ പാദങ്ങൾ ഉയർത്തി വെക്കാം. പരിക്കുകൾ തടയുന്നില്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ള രോഗിക്ക് കൂടുതൽ ഫലപ്രദമാണ് ഈ പൊസിഷൻ. ഈ രോഗികൾ ഇത്തരത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. വയറുവേദനയുള്ള രോഗികൾ സാധാരണയായി ഒരു വശത്ത് കാലുകൾ വലിച്ചിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഓക്കാനം അല്ലെങ്കിൽ ഛർദിയുള്ള ഒരു കോൺഷ്യസ് ആയ രോഗിയെ പരിക്കുകൾ തടയുന്നില്ലെങ്കിൽ സുഖകരമായ സ്ഥാനത്ത് അല്ലെങ്കിൽ പൊസിഷനിൽ തുടരാൻ അനുവദിക്കണം. രോഗിയുടെ എയർവേ നിയന്ത്രിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുക. ട്രോമ രോഗികളെ, പ്രത്യേകിച്ച് നട്ടലിന് പരിക്കേറ്റതായി സംശയിക്കുന്നവരെ നീളമുള്ള ബാക്ക് ബോർഡിൽ ഉചിതമായി നിശ്ചലമായി കിടത്തണം. അബോധാവസ്ഥയിലാണെങ്കിൽ ഒരു രോഗിയെ വീണ്ടെടുക്കുന്ന സ്ഥാനത്ത് തന്നെ വെക്കുക. നമുക്ക് എല്ലാ സാഹചര്യങ്ങളെയും വീണ്ടും അഭിമുഖീകരിക്കാൻ സാധിക്കുകയില്ല. സംഭവസ്ഥലത്തെ അവസ്ഥയും രോഗിയുടെ അവസ്ഥയും ഒരു രോഗിയുടെ സ്ഥാനം ഉചിതമായി തീരുമാനിക്കാൻ സഹായിക്കും. ഇനി രോഗിയെ കൊണ്ടുപോകുന്ന ഉപകരണങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. EMTകളും അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ജീവനക്കാരും രോഗിയെ മൂവ്മെന്റ് തയ്യാറാക്കുന്നതിന് ആംബുലൻസിൽ രോഗികളെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും സഹായിക്കാൻ എമർജൻസി മെഡിക്കൽ റെസ്പോണ്ടർമാരോട് ആവശ്യപ്പെടും. ഈ ടാസ്കുകളിൽ സഹായിക്കുന്നതിന് ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങളുമായി നിങ്ങൾ പരിചിതമായിരിക്കണം. പല എമർജൻസി മെഡിക്കൽ റെസ്പോണ്ടർ കോഴ്സുകളിലും ഇമ്മൊബിലൈസേഷൻ ഉപകരണങ്ങളുടെ വിവരങ്ങളും പരിശീലനവും ഉൾപ്പെടുന്നില്ല. അത്തരം ഉപകരണങ്ങളിൽ സ്ട്രക്ചറുകളും രോഗികളെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ സുരക്ഷിതമായി രൂപകൽപ്പന ചെയ്ത മറ്റു ഉപകരണങ്ങളും ഉൾപ്പെടുന്നു. അത്തരം ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങൾ പരിചിതമായിരിക്കണം. അത്തരം ഉപകരണങ്ങളുടെ പരിമിതികളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഉപകരണങ്ങൾ പതിവായി പരിപാലിക്കുന്നതും പരിശോധിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രോഗിയെ വലിച്ചു കൊണ്ടുപോകുന്ന ചില ഉപകരണങ്ങൾ ഇവയാണ്: ലൈറ്റ് വെയ്റ്റ് പോർട്ടബിൾ സ്ട്രക്ചർ, വീൽ സ്ട്രക്ചർ, സ്കൂപ്പ് സ്ട്രക്ചർ, വെസ്റ്റ് ടൈപ്പ് എക്സ്ട്രിക്കേഷൻ ഡിവൈസ്, ഡ്രോ ഷീറ്റ്, സ്പൈൻ ബോർഡ് ആൻഡ് ബാക്ക് ബോർഡ്സ്, ഇംപ്രവൈസ്ഡ് സ്ട്രക്ചർ. കൂടുതൽ അറിയാൻ ഓരോ ചിത്രത്തിലും ക്ലിക്ക് ചെയ്യുക. ലൈറ്റ് വെയ്റ്റ് പോർട്ടബിൾ സ്ട്രക്ചർ. ലൈറ്റ് വെയ്റ്റ് പോർട്ടബിൾ സ്ട്രക്ചർ വീൽ സ്ട്രക്ചറിനേക്കാൾ ഭാരം കുറഞ്ഞവയാണ്. ഇത് രോഗികളെ ചുമക്കൽ എളുപ്പത്തിലുള്ളതാക്കുന്നു. ക്യാൻവാസ്, അലുമിനിയം അല്ലെങ്കിൽ ഹെവി പ്ലാസ്റ്റിക് കൊണ്ടാണ് സാധാരണയായി നിർമ്മിക്കുന്നത്. ഫോൾഡ് ചെയ്യാനും റോളപ്പ് ചെയ്യാനും എളുപ്പമാണ്. സ്റ്റോറേജ് ചെയ്യാൻ എളുപ്പമാണ്. അലുമിനിയം കൊണ്ടും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുമുള്ള സ്ട്രക്ചർ ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ എളുപ്പത്തിൽ കഴിയുന്നു. വീൽ സ്ട്രക്ചറുകൾ സാധാരണയായി ആംബുലൻസുകളിലാണ് ഉപയോഗിക്കുന്നത്. വേരിയബിൾ ഹൈ വീൽഡ് ഫ്രെയിമുള്ള ഒരു വീൽഡ് സ്ട്രക്ചറാണ് ഇത്. സാധാരണഗതിയിൽ സ്ട്രക്ചറിലെ അവിഭാജ്യ ഘടകമായ ലെഗ് രോഗികളെ മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചലനം തടയുന്നതിനായി ആംബുലൻസിനുള്ളിൽ ഒരു സ്പ്രിംഗ് ലാച്ചിലേക്ക് പൂട്ടിവെക്കുന്നു. രോഗിയെ സുരക്ഷിതമാക്കാനുള്ള സ്ട്രാപ്പുകളും ഇതിനകത്തുണ്ട്. അണുബാധ പടരാതിരിക്കാൻ സ്ട്രക്ചർ സാധാരണയായി ഡിസ്പോസിബിൾ ഷീറ്റ് കൊണ്ട് മൂടുകയും ഓരോ ഇവാക്വേഷൻ ശേഷവും വൃത്തിയാക്കുകയും ചെയ്യും. രോഗികളെ ആശുപത്രികളിലേക്ക് മാറ്റുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. സ്കൂപ്പ് സ്ട്രക്ചർ അല്ലെങ്കിൽ ക്ലാംഷെൽ റോബിൻസൺ ഓർത്തോപീഡിക് സ്ട്രക്ചർ. പരിക്കേറ്റവരെ നീക്കാൻ പ്രത്യേകമായി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. സുഷുമ്നാ നാഡിക്ക് പരിക്കേറ്റവരെ നിലത്തുനിന്ന് ഉയർത്താൻ ഇത് മിക്കപ്പോഴും ഉപയോഗിക്കുന്നു. വെസ്റ്റ് ടൈപ്പ് എക്സ്ട്രിക്കേഷൻ ഉപകരണങ്ങൾ രോഗിയുടെ തല, കഴുത്ത്, നട്ടെല്ല് എന്നിവ സ്റ്റെബിലൈസ് ചെയ്ത് വാഹനാപകടങ്ങളിൽപ്പെട്ട് ഇരിക്കുന്ന രോഗികളെ പുറത്തെടുക്കാൻ സഹായിക്കുന്നു. വാഹനാപകടങ്ങളിൽ പെടുന്ന രോഗികളെയാണ് ഇതിലൂടെ കൂടുതലായി പുറത്തെടുക്കുന്നത്. വ്യത്യസ്ത തരം വെസ്റ്റ് ടൈപ്പ് എക്സ്ട്രിക്കേഷൻ ഉപകരണങ്ങൾ ഇവയാണ്: സ്റ്റെയർ ചെയർ, ബാസ്കറ്റ് ചെയർ, ഫ്ലെക്സിബിൾ സ്ട്രക്ചർ. സ്റ്റെയർ ചെയർ രക്ഷാപ്രവർത്തകർക്ക് ഒരു ഇരിക്കുന്ന രോഗിയെ
സ്റ്റെയർവേസിലൂടെയും മറ്റ് പരമ്പരാഗത സ്ട്രക്ചർ അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളിലൂടെയും കൊണ്ടുപോകാൻ സഹായിക്കുന്നു. പുതിയ ബ്രാൻഡുകൾ ക്യാൻവാസ് അല്ലെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉറപ്പുള്ള മടക്കാവുന്ന ഫ്രെയിമുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവ സ്റ്റോർ ചെയ്യാൻ എളുപ്പമാണ്. അവയ്ക്ക് പരന്ന പ്രതലങ്ങളിൽ ഉരുട്ടാൻ രക്ഷാപ്രവർത്തകരെ സഹായിക്കുന്ന ചക്രങ്ങളുണ്ട്. ചില മോഡലുകൾക്ക് ഒരു ട്രാക്ടർ ട്രെഡ് മെക്കാനിസം ഉണ്ട്. അത് അവയെ ചെരിഞ്ഞുകൊണ്ടുള്ള ഗോവണിലൂടെ നീക്കാൻ സഹായിക്കുന്നു. ഒരു ബാസ്ക്കറ്റ് സ്ട്രക്ചർ ലോഹമോ ശക്തമായ സിന്തറ്റിക് മെറ്റീരിയലോ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ രോഗിയെ കിടത്തുന്നു. അതിനാൽ അപകടത്തിൽ നിന്നോ മറ്റ് ആക്സസ് ചെയ്യാൻ കഴിയാത്ത സൈറ്റിൽ നിന്നോ രോഗിയെ പുറത്തെത്തിക്കാൻ കഴിയും. സ്ട്രക്ചർ കയറുകൊണ്ടും ഉയർത്താം. ബാസ്ക്കറ്റ് സ്ട്രക്ചർ ഒരു സ്ട്രോക്ക് സ്ട്രക്ചർ എന്നും അറിയപ്പെടുന്നു. ഫ്ലെക്സിബിൾ സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത് റബ്ബറൈസ്ഡ് ക്യാൻവാസ് അല്ലെങ്കിൽ കനത്ത പ്ലാസ്റ്റിക് പോലുള്ള ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. പലപ്പോഴും തടി സ്ലേറ്റുകൾ ഇവയുടെ ഓരങ്ങളിൽ തുന്നിച്ചേർക്കുന്നു. ഫ്ലെക്സിബിൾ സ്ട്രക്ചറിന് സാധാരണയായി ഓരോ വശത്തും 3 ഹാൻഡിലുകൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി കാരണം പരിമിതമായ ഇടങ്ങളിലോ ഇടുങ്ങിയ ഇടനാഴികളിലോ ഇത് ഉപയോഗപ്രദമാകും. രോഗിയുടെ മുതുകിനും തുടകൾക്കും ഇടയിലുള്ള ഭാഗം മറയ്ക്കുന്നതിനായി മെത്തയുടെ താഴത്തെ ഷീറ്റിന്റെ മധ്യത്തിൽ കുറുകെ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ബെഡ്ഷീറ്റാണ് ഡ്രോ ഷീറ്റ്. രോഗികളെ നീക്കാൻ ഇത് പലപ്പോഴും മെഡിക്കൽ പ്രൊഫഷണലുകൾ ഉപയോഗിക്കുന്നു. ഇത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റബ്ബർ അല്ലെങ്കിൽ കോട്ടൺ എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കാം. ഇത് സാധാരണ ഷീറ്റിന്റെ പകുതിയോളം വലിപ്പമുണ്ട്. റബ്ബർ മെത്തയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മെത്തയുടെ പാഡിന് പകരം ഇത് ഉപയോഗിക്കാം. ഡ്രോ ഷീറ്റ് കട്ടിലിന്റെ വശങ്ങളിൽ ഒതുക്കി വെക്കാം. പരിക്കേറ്റ വ്യക്തിയെ, പ്രത്യേകിച്ച് കഴുത്ത് അല്ലെങ്കിൽ നട്ടലിന് പരിക്കേറ്റ വ്യക്തിയെ ഗതാഗത സമയത്ത് കൂടുതൽ പരിക്കേൽക്കാതിരിക്കാൻ നിശ്ചലമാക്കുകയും സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യുന്ന കട്ടിയുള്ള ഒരു ബോർഡാണ് ബാക്ക് ബോർഡ്. ഈ ഉപകരണം സാധാരണയായി സ്പ്ലിന്റർ റെസിസ്റ്റൻസ് മരം അല്ലെങ്കിൽ രക്തം ആഗിരണം ചെയ്യാത്ത സിന്തറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഉപകരണത്തിന് സാധാരണയായി ഹാൻഡ് ഹോൾഡുകളോ ചുമക്കുന്ന സ്ട്രാപ്പുകളോ ഉണ്ട്. 2 തരം ബാക്ക് ബോർഡുകളുണ്ട്. ഒന്ന് 6 മുതൽ 7 അടി നീളം ഉള്ളത്. അത് രോഗിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഷോർട്ട് ബാക്ക് ബോർഡ് അതിന് 3 മുതൽ 4 അടി നീളം വരെയാണ്. കഴുത്തിന് അല്ലെങ്കിൽ നട്ടലിന് പരിക്കേറ്റതായി സംശയിക്കുമ്പോൾ വാഹനങ്ങളിൽ നിന്ന് രോഗിയെ നീക്കം ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. രോഗിയുടെ പിൻഭാഗത്തിനും സീറ്റിനുമിടയിൽ ബാക്ക് ബോർഡ് സ്ലൈഡ് ചെയ്തിരിക്കുന്നു. ഷോർട്ട് ബോർഡിൽ ഉറപ്പിച്ച് സർവിക്കൽ കോളർ ധരിപ്പിച്ച ശേഷം രോഗിയെ വാഹനത്തിൽ നിന്ന് ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നീണ്ട ബാക്ക് ബോർഡിലേക്ക് ഒരു സുപ്പൈൻ പൊസിഷനിലൂടെ മാറ്റാം. ബെസ്റ്റ് ടൈപ്പ് ഉപകരണങ്ങൾ പലപ്പോഴും ചെറിയ ബാക്ക് ബോർഡായി ഉപയോഗിക്കുന്നു. ഇംപ്രൊവൈസ്ഡ് സ്ട്രക്ചർ ഡയഗ്രാമിൽ വിശദീകരിച്ചതുപോലെ ഒരു ടീഷർട്ടിന്റെ 2 കൈകളിലൂടെ ഷാഫ്റ്റുകൾ തിരുകിക്കൊണ്ട് മരം, മുള ഷാഫ്റ്റുകൾ അല്ലെങ്കിൽ ടീഷർട്ടുകൾ ഉപയോഗിച്ച് ഇംപ്രൊവൈസ്ഡ് സ്ട്രക്ചർ നിർമ്മിക്കാം. ഇംപ്രൊവൈസ്ഡ് സ്ട്രക്ചറിന്റെ ഭാരം വഹിക്കാനുള്ള ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് 2 ടീഷർട്ടുകൾ കൂടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് വളണ്ടിയർമാരുടെ ചുമതല എന്താണെന്ന് പരിശോധിക്കാം. സംഭവ സ്ഥലത്ത് നിലവിലുള്ള അപകടങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ഇരകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സന്നദ്ധ പ്രവർത്തകർക്ക് റെസ്പോണ്ടർമാരെ സഹായിക്കാനാകും. പരിക്കേറ്റ ഇരകളെ സ്വമേധയ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ ചുമക്കുന്നതിന് രക്ഷാപ്രവർത്തകരെ സഹായിക്കാനാകും. പരിക്കേറ്റ ഇരകളുടെ ഡ്രസ്സിങ്ങിലും മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർമാരെ സഹായിക്കാൻ ഇവർക്ക് കഴിയും. മുറിവുകൾ വഷളാകാതിരിക്കാൻ ചില രോഗാവസ്ഥകളിൽ പ്രത്യേക സാങ്കേതിക വിദ്യകൾ ആവശ്യമാണെന്ന് സന്നദ്ധ പ്രവർത്തകർ അറിഞ്ഞിരിക്കണം. അത്തരം സാഹചര്യങ്ങളിൽ ഒരു ഡോക്ടറെ കാത്തിരിക്കണം. അടിസ്ഥാന ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ പരിപാലനത്തിൽ വളണ്ടിയർമാർക്ക് മെഡിക്കൽ സ്റ്റാഫിനെ സഹായിക്കാൻ സാധിക്കും. ഇതോടെ നിങ്ങൾ ഈ മൊഡ്യൂളിന്റെ അവസാന ഭാഗത്തിലെത്തിയിരിക്കുന്നു. ഈ മൊഡ്യൂളിൽ ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ ഇവയാണ്. പരിക്കുകൾ കുറയ്ക്കുന്നതിന്, രോഗികളുടെ ചലനം സുഗമമാക്കുന്നതിന് നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കുന്നതിനെ ബോഡി മെക്കാനിക്സ് എന്ന് പറയുന്നു.
ഒരു രോഗിയെയോ ഇരയെയോ സംഭവ സ്ഥലത്ത് നിന്നോ പ്രവർത്തന സ്ഥലത്ത് നിന്നോ ഉയർത്തുകയും നീക്കുകയും ചെയ്യുന്ന പ്രക്രിയയിൽ ഒരു രക്ഷാപ്രവർത്തകൻ ബോഡി മെക്കാനിക്സിന്റെ ശരിയായതും കാര്യക്ഷമമായ ഉപയോഗം നിർണായകമാണ്. രോഗികളെ ചലിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകളെ എമർജൻസി മൂവുകൾ എന്നും നോൺ എമർജൻസി മൂവുകൾ എന്നും രണ്ടായി തരംതിരിക്കാം. എമർജൻസി മൂവുകൾ നടത്തുന്നതിലെ ഏറ്റവും വലിയ അപകടം രോഗിയുടെ നട്ടെല്ലിന് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്. മറ്റ് പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെയോ സന്ദർശകരുടെയോ സഹായത്തോടെയാണ് നോൺ എമർജൻസി മൂവുകൾ നടത്തേണ്ടത്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനുകളോ EMTകളോ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടോ ALS ഉദ്യോഗസ്ഥരോ രോഗിയെ മൂവ്മെന്റിനെ തയ്യാറാക്കുന്നതിനും രോഗികളെ ആംബുലൻസിൽ കയറ്റുന്നതിനും സഹായിക്കാൻ എമർജൻസി മെഡിക്കൽ റെസ്പോണ്ടർമാരോട് അല്ലെങ്കിൽ EMRകളോട് ആവശ്യപ്പെടും. അതിനാൽ റെസ്പോണ്ടർമാർ രോഗികളെ കയറ്റുന്നതിനും ചലിപ്പിക്കുന്നതിനുമുള്ള വിവിധതരം ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും അറിയേണ്ടത് അതിപ്രധാനമുള്ളതാണ്. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ധാരണ പരിശോധിക്കേണ്ട സമയമാണ്. ഇതൊരു ഇവാലുവേഷൻ എക്സാം ആണ്. എല്ലാ ചോദ്യങ്ങളും ഒരുപോലെ തൂക്കമുള്ളതാണ്. പരീക്ഷ പാസ്സാകാൻ കുറഞ്ഞത് 60% സ്കോർ വേണം. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അഭിനന്ദനങ്ങൾ, നിങ്ങൾ ഈ മൊഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. നന്ദി.